ആദ്യമായി തന്നെ അമ്മ മാതാവിനും ദേവതികുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഖില. ഞാൻ എറണാകുളം ജില്ലയിലെ കാലടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂലൈ 20-ാം തീയതിയാണ്, 2023. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ വിസ തടസ്സങ്ങളെ പറ്റിയായിരുന്നു. ഞാൻ 2021 നഴ്സിംഗ് പാസ്സായിട്ട് നേരെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. അങ്ങനെ 2022 നവംബറൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിസ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് എനിക്ക് വിസ ലഭിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയായിരുന്നു എല്ലാം ഒരുമിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വിസ ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്ക് പോവാനായിട്ട് സാധിക്കില്ല. കാരണം അവിടുത്തെ ഹോസ്പിറ്റൽ ക്യാൻസലായിപ്പോയി. അവിടെ ആ ഹോസ്പിറ്റലിൽ മാറ്റി ഒരു ക്ലിനിക്കാക്കി മാറ്റി. അപ്പോൾ സ്റ്റാഫിനെ അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ വിസയിൽ കയറിപ്പോവാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റൽ അന്വേഷിച്ചു. അന്വേഷിച്ചാലും ഞങ്ങൾക്ക് ഓരോ തടസ്സങ്ങളായിരുന്നു. ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് ലഭിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 20-ാം തീയതി ഞങ്ങൾക്ക് ഒരു നല്ല ഹോസ്പിറ്റൽ ലഭിക്കുകയും ഞങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഏജൻസി പറഞ്ഞു ഈ വിസയിൽ തന്നെ നമുക്ക് പോവാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി മാർച്ച് 8-ാം തീയതി ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഏപ്രിൽ 1-ാം തീയതി അവിടെ ജോയിൻ ചെയ്യാനായിട്ട് അവർ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ലഗേജും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരുക്കിയൊക്കെ ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിൻ്റെ പേരിൽ വന്ന വിസയിൽ അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞങ്ങളുടെ ആ പോകാനായിട്ടുള്ള ആ യാത്രയും ഞങ്ങൾ ക്യാൻസലായി. അങ്ങനെ അപ്പോൾ അവർ ഏജൻസി പറഞ്ഞു നമുക്ക് അടുത്തായിട്ട് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. മാർച്ച് 20-ാം തീയതി വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എൻ്റെ ഫ്രണ്ടിന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വിസ വന്നു. അത് റിജക്ഷൻ എന്ന് പറഞ്ഞാണ് വിസ വന്നത്. കാരണം ഗവൺമെൻറ് പേപ്പർ വേറെ വെച്ചു എന്ന് പറഞ്ഞാണ് അവളുടെ വിസ റിജക്റ്റായി. എൻ്റെ വിസ അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്തായാലും മാതാവ് ശരിയാക്കി തരും, എന്തായാലും ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏപ്രിലായിട്ടും എൻ്റെ വിസ വന്നില്ല. മെയ് ഫസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും എൻ്റെ വിസ വന്നു. അതിലും റിജക്ഷൻ എന്ന് പറഞ്ഞാണ് വിസ വന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം ആദ്യത്തെ വിസയിൽ പോകാൻ പറ്റിയില്ല, രണ്ടാമത്തെ വിസയും റിജക്റ്റായി. അപ്പോൾ സാറ് പറഞ്ഞു അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, ഒരു മെയിൻ പേപ്പർ 1 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി, അങ്ങനെയാണെങ്കിൽ വിസ പുതിയത് ലഭിക്കുമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പേപ്പറിന് വേണ്ടി പുതിയതായിട്ട് അപ്ലൈ ചെയ്തു. ആ പേപ്പർ എനിക്ക് കിട്ടിയിരുന്നേ ഇല്ല. എൻ്റെ ഫ്രണ്ടിനൊക്കെ ജൂലൈ ആയപ്പോഴേക്കും എൻ്റെ പേപ്പർ കിട്ടി. അപ്പോൾ എനിക്ക് ആ പേപ്പർ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. 1.5 മാസം കൊണ്ട് കിട്ടുന്ന പേപ്പറായിരുന്നു. അപ്പോൾ പേപ്പർ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ജർമ്മനൊന്നും നോക്കണ്ട, നേരെ എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സ്ഥലത്തും ജോലിക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു മെയ് ഫസ്റ്റ് വീക്കോടുകൂടി എൻ്റെ വിസ റിജക്ഷൻ വന്ന് ഒരു 3rd വീക്ക് ആയപ്പോഴേക്കും ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടും എനിക്ക് അവിടെയും എൻ്റെ തടസ്സങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ ജൂലൈ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഡെങ്കു ഫീവർ പോസിറ്റീവായി. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി. അപ്പോൾ എനിക്ക് പേപ്പർ കിട്ടാത്തതിൻ്റെ വിഷമം, ഇങ്ങനെ ഓരോ തടസ്സങ്ങൾ, എനിക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ആകെ തന്നെ സ്ട്രെസ്സായി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എന്തായാലും നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാം, അമ്മ മാതാവ് എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജൂലൈ 20-ാം തീയതി 2023 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒത്തിരി പേര് സാക്ഷ്യങ്ങൾ പറയുന്നതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് തന്നെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 20-ാം തീയതി ഇവിടുന്ന് ഉടമ്പടി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഞാൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ജൂലൈ 31-ാം തീയതി എനിക്ക് മെയിൻ കിട്ടേണ്ട ഒരു പേപ്പർ ലഭിച്ചു. അതിന് ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയുടെ പ്രോസസ്സിങ് ആയിരുന്നു. വിസയുടെ പ്രോസസ്സിങ് 3 ആഴ്ച കൊണ്ടാണ് ആ പേപ്പർ കിട്ടേണ്ടത്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ പേപ്പർ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി വേറൊരു ഫ്രണ്ടിന് കിട്ടി. അങ്ങനെ ആ ചേച്ചി ഒരു ഓഗസ്റ്റ് ആയപ്പോഴേക്കും ആ ചേച്ചിക്ക് പോകാനായിട്ട് സാധിച്ചു. അപ്പം ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടിനും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട്
ഞങ്ങളുടെ ലേറ്റ് ആവുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അവർ പറയുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഇതിനൊരു പരിഹാരം മാതാവ് തന്നെ കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇതായിട്ട് മാതാവ് ഞങ്ങൾക്ക് അവിടെ ഒരു കോഴ്സ് ചെയ്താൽ മതി, അങ്ങനെ അവിടെ ചെന്ന് ഒരു കോഴ്സ് ജോലി ചെയ്യുകയും ആഴ്ചയിൽ 2 ദിവസം ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ 6 മാസം കൊണ്ട് എക്സാം എഴുതി പാസ് ചെയ്ത് അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരിഹാരം അമ്മ മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ 2-ാം തീയതി ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, മാതാവ് വിസയുടെ ഒരു മെയിൻ പേപ്പറും കൂടി കിട്ടാനുണ്ട്, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പേപ്പർ ഞങ്ങൾക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാതാവ് ഈ 2-ാം തീയതി തന്നെ തരണം, കാരണം ഏജൻസി പല ഇൻ്റർവ്യൂ ഡേറ്റ്സും എടുക്കും, പക്ഷേ അത് ക്യാൻസലായി പോകും. ആ പേപ്പർ ഇല്ലാണ്ട് വിസയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ 2-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, കാരണം 2-ാം തീയതി തന്നെ പേപ്പർ കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയില്ല. ഒരു ഒക്ടോബർ 5-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ആ പേപ്പർ കിട്ടി. ഞാൻ ഒക്ടോബർ 12-ാം തീയതി ഞാൻ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒക്ടോബർ 17-ാം തീയതി എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഒരുമിച്ച് വിസ വന്നു. അങ്ങനെ ഈ 28-ാം തീയതി ടിക്കറ്റ് എടുത്തിരിക്കുക. ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് പോകാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് ഒക്ടോബർ 17-ാം തീയതി വിസ കിട്ടിയത് എൻ്റെ ഉടമ്പടിയുടെ 90-ാം ദിവസമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാൻ മെയ് തുടങ്ങി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ട്രെയിനായിട്ടാണ് കയറിയത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം 1 ഇയർ നഴ്സിംഗ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് കയറുന്നതിന് മുമ്പ് മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ജോലിക്ക് കയറിയിരുന്നത്. അതിന് ഫലമായിട്ട് എനിക്ക് എൻ്റെ പകുതി ടെൻഷനും കുറയും, കൂളായിട്ട് നിന്ന് ജോലി ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് നൽകി. പിന്നെ 2-ാമതായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. അമ്മയ്ക്ക് യൂട്രസിൽ ചെറിയൊരു തടിപ്പും ഒവേറിയൻ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും വയറുവേദനയൊക്കെ വരുമ്പോൾ ഉപ്പിട്ട് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഒവേറിയൻ സിസ്റ്റ് അവിടെ ഇല്ല എന്നാണ് കണ്ടത്. പിന്നെ ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മരുന്നൊന്നും കഴിക്കേണ്ട, തന്നെ മാറിപ്പോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ 3-ാമതായിട്ട് ഉടമ്പടി വെച്ചത് എൻ്റെ അനിയത്തിയും ജർമ്മൻ തന്നെ പഠിക്കുകയായിരുന്നു. അപ്പോൾ അവൾ എക്സാം പാസ്സായിട്ട് അവൾക്കും ദൈവം മാതാവ് അനുഗ്രഹിക്കാനായിരുന്നു. അവളും അങ്ങനെ അതോടൊപ്പം തന്നെ ഇപ്പം 3 മൊഡ്യൂൾ പാസ്സായി. ഇനി 1 മൊഡ്യൂളിൻ്റെ റിസൾട്ടും കൂടി വരാനുണ്ട്. അതും അമ്മ മാതാവ് പാസ്സാക്കി തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് നൽകിയത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കൃപാസന പത്രം ആശുപത്രിയിലെ രോഗികൾക്ക് എല്ലാവർക്കും നൽകുമായിരുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ കൂടുതലായിട്ട് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അനാഥാലയങ്ങളിൽ പോയിട്ട് നമുക്ക് കഴിയുന്ന സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേട്ടത് കാലടിയിൽ നിന്ന് വന്ന അഖില കുര്യാക്കോസിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നമ്മൾ ഈ അനുഭവ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ ഇടപെടൽ, പരിശുദ്ധാമ്മയുടെ മധ്യസഹായത്താൽ, കൃപാസനമ്മയുടെ മധ്യസഹായത്താൽ കർത്താവിൻ്റെ വലിയ ഇടപെടൽ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ കർത്താവിൻ്റെ വലിയ അത്ഭുതവും അതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയ സംരക്ഷണവും ഏറ്റുവാങ്ങിയ ഒരു അനുഭവസാക്ഷ്യമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. നമ്മളിവിടെ ശ്രവിച്ചതാണ് ജൂലൈ 20-ാം തീയതി ആണ് ഇവിടെ വന്ന് നമ്മളെ ഈ ഉടമ്പടി എടുത്തത്. പക്ഷെ 2021 നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടിയാണ്.
2021 നേഴ്സിംഗ് കഴിഞ്ഞ് പല രീതിയിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് ജർമ്മൻ അത് പഠിച്ചതിന് ശേഷം ജർമ്മനി പോകുവാനായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പാടുകളൊക്കെ എടുത്തു. എല്ലാം ശരിയായതാണ്. പക്ഷേ 2023 ആയിട്ടും അതിനു വേണ്ടിയുള്ള ഉത്തരം ലഭിക്കുകയോ പോകാനായിട്ട് സാധിക്കുകയോ ചെയ്തില്ല. 21 മുതൽ 23 വരെ ശ്രമിച്ചിട്ട് പറ്റാതിരുന്ന ഒരു കാര്യം കഴിഞ്ഞ ജൂലൈയിൽ ഇവിടെ വന്ന് ജൂലൈ 20 വന്ന് ഉടമ്പടി എടുത്ത് ഈ ഒക്ടോബർ 17 എല്ലാം ശരിയായി. ഈ ഒക്ടോബർ 27 ജർമ്മനി പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷമായിട്ട് മുടങ്ങിക്കിടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് 3 മാസത്തിനുള്ളിൽ ഈ പറയുന്ന 90 ദിവസം പൂർത്തിയാകുമ്പോൾ എല്ലാം ശരിയായിട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസഹായവും കൃപാസനമ്മയുടെ എല്ലാ വിധത്തിലുള്ള സഹായ സംരക്ഷണവും നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു ഉറപ്പാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്.